നമസ്കാരം. നമ്മൾ ജീവിക്കുന്നത് ഒരു AI യുഗത്തിലാണ് അല്ലേ? നമ്മുടെ ജോലിയും ജീവിതവുമൊക്കെ AI മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ചിന്താരീതികൾ മാത്രം പഴയതുപോലെ മതിയോ? ഈ അതിവേഗം മാറുന്ന ലോകത്ത് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. വർഷം 2025. ഇതാണ് അമൻ, ഒരു 40 വയസ്സുകാരൻ. അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയിലെ അവിടുത്തെ 60% ജോലികളും ഇപ്പോൾ AI ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷമായി താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത എക്സ്പീരിയൻസിനൊന്നും ഒരു വിലയുമില്ലെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഭാവിയെക്കുറിച്ച് വല്ലാത്തൊരു പേടി, ഒരു ഉത്കണ്ഠ അയാളെ വല്ലാതെ അലട്ടുന്നു. അപ്പോ അമൻ AIയെ എങ്ങനെയാ കാണുന്നത്? തന്റെ ജീവിതം തട്ടിപ്പറിക്കാൻ വന്നൊരു ശത്രുവായിട്ടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവന്റെ യഥാർത്ഥ പോരാട്ടം AIയോടല്ല. ഈ മാറ്റത്തിനനുസരിച്ച് തന്റെ ചിന്തകളെ മാറ്റിയെടുക്കാൻ പറ്റാത്തതിലാണ്. ശരിക്കുമുള്ള വെല്ലുവിളി ടെക്നോളജിയല്ല, അതവന്റെ ഉള്ളിൽ തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്. ശരിക്കും ലോകം മാറുകയല്ല ചെയ്തത്, ലോകത്തിന്റെ വേഗതയാണ് മാറിയത്. നിങ്ങൾ ഈ പുതിയ സ്പീഡുമായിട്ട് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നിലായി പോകും, ഉറപ്പാണ്. ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. അപ്പോൾ അമന്റെ ഈ ഒരു പേടിയിൽ നിന്നും നിരാശയിൽ നിന്നും നമുക്കൊരു പരിഹാരത്തിലേക്ക് വരാം. ഇവിടെയാണ് ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ജ്ഞാനത്തിന് വലിയ പ്രസക്തിയുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് ഈ പുതിയ കാലത്ത് നമ്മളെങ്ങനെ വഴികാട്ടാൻ കഴിയുമെന്ന് നോക്കിയാലോ? ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: നമ്മൾ മാറും, യുഗം മാറും. അതായത് ഈ AI യുഗം എന്ന് പറയുന്നത് വെറുമൊരു ടെക്നോളജിയുടെ മാറ്റമല്ല, അതൊരു ചിന്താവിപ്ലവമാണ്. AI എന്നത് ഒരു ഉപകരണം മാത്രമാണ്. അതിനെ നല്ല കാര്യത്തിന് ഉപയോഗിക്കണോ അതോ മോശം കാര്യത്തിന് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്നതാരാ? നമ്മളാണ്, നമ്മുടെ ചിന്തകളാണ്. അവസാനം നമ്മുടെ ചിന്തകളാണ് അതിന് രൂപം കൊടുക്കുന്നത്. ഈ AI യുഗത്തിൽ നമ്മുടെ എല്ലാം മുന്നിൽ ശരിക്കും ഈ 2 വഴികളാണുള്ളത്. ഒന്ന്, ഒരു മെക്കാനിക്കൽ വർക്കർ ആവുക, അതായത് മറ്റൊരാൾ പറയുന്ന ജോലികൾ മാത്രം ചെയ്യുന്ന ഒരു യാന്ത്രിക തൊഴിലാളി. അല്ലെങ്കിൽ AIയെ ഒരു സൂപ്പർ പവർഫുൾ ടൂളാക്കി ദീർഘവീക്ഷണത്തോടെ പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ക്രിയേറ്ററായി മാറുക. ആരെങ്കിലും നമ്മളെ മാറ്റിസ്ഥാപിക്കുമോ അതോ നമ്മൾ AIയെ ഉപയോഗിച്ച് സ്വയം ശാക്തീകരിക്കുമോ? ഈ തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ഇതൊരു ഡയറക്റ്റ് ചാലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI, നിങ്ങളുടെ ഉള്ളിലുള്ള നാച്ചുറൽ ഇൻ്റലിജൻസിനെയാണ് വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ വെറുമൊരു യാന്ത്രിക തൊഴിലാളിയായി ഒതുങ്ങുമോ അതോ ദീർഘവീക്ഷണമുള്ള ഒരു സ്രഷ്ടാവായി മാറുമോ? ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണിതല്ലേ? ഗുരുദേവിന്റെ ആ വാക്കുകൾ വായിച്ചപ്പോൾ അമന്റെ ചിന്തകളിൽ ഒരു പുതിയ വെളിച്ചം വീണു. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് വിഷമിക്കാതെ ഭാവിയെ നോക്ക് എന്ന ആ ഒരു ആശയം അവനിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കി. അപ്പോഴാണ് അവന് മനസ്സിലായത്, AI ഒരു ഭീഷണിയല്ല, മറിച്ച് സ്വന്തം കഴിവിനെയും ചിന്തയെയും ഒന്ന് പൊടിതട്ടിയെടുത്ത് പുതിയൊരു വഴി കണ്ടെത്താനുള്ള ഒരു കിടിലൻ അവസരമാണെന്ന്. അമന്റെ ആ മാറ്റം വളരെ വ്യക്തമായ 3 സ്റ്റെപ്പുകളിലൂടെയായിരുന്നു. ഒന്ന്, അവന്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറി. AIയെ ഒരു എതിരാളിയായി കാണുന്നതിനു പകരം ഒരു ടീംമേറ്റായി, ഒരു സഹകാരിയായി കണ്ടു. 2, തന്റെ 20 വർഷത്തെ അനുഭവസമ്പത്ത് AIയുടെ പവറുമായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ പുതിയൊരു വാല്യൂ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവന്റെ ലക്ഷ്യം സ്വന്തം ജോലി സംരക്ഷിക്കുക എന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ സേവനം ചെയ്യാം എന്നതിലേക്ക് മാറി. ഇത് ശരിക്കും അവന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരർത്ഥവും എനർജിയും കൊടുത്തു. അമന്റെ ഈ മാറ്റത്തിന്റെ കാതലും ഇതുതന്നെയാണ്. ലോകം വേഗത്തിലല്ല മാറുന്നത്, ലോകം ചിന്തയുടെ ആവശ്യകതയാണ് മാറ്റുന്നത്. നിങ്ങളുടെ ബുദ്ധിയെ ധാർമ്മികതയുമായി ബന്ധിപ്പിക്കുക. അതായത് ഈ പുതിയ കാലത്തിന് വേണ്ടത് വെറും ടെക്നിക്കൽ സ്കിൽസ് മാത്രമല്ല, മറിച്ച് ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കുന്ന ഉയർന്ന ചിന്തകളാണ്. ആ ഒരു കണക്ഷൻ വരുമ്പോഴാണ് യഥാർത്ഥ പുരോഗതിയുണ്ടാവുന്നത്. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ലോകം ഇത്രയധികം മാറിയില്ലേ? പിന്നെന്തിന് നമ്മുടെ ചിന്തകൾ മാത്രം മാറാതെ നിൽക്കണം? എപ്പോഴും ഒരേപോലെ ചെയ്യുന്ന വിരസമായ ജോലികളിൽ നിന്ന് AI നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വിലപ്പെട്ട ഊർജം നമ്മൾ എവിടെയാണ് ഇനി ഉപയോഗിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി മുഴുവൻ ഫോക്കസ് ചെയ്യേണ്ടത് ഗുരുദേവന്റെ ഈ 3 തൂണുകളാണ്. ഒന്നാമത്തേത് വിചാരശക്തി, അതായത് നമ്മുടെ ചിന്താശക്തിയെ ശുദ്ധീകരിക്കുക. രണ്ടാമത്തേത് ചരിത്ര നിർമ്മാണം അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണം, നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുക. മൂന്നാമത്തേത് സമയദാനം, നമ്മുടെ സമയം സമൂഹത്തിനു വേണ്ടി നൽകുക. ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പണത്തേക്കാളും സ്ഥാനത്തേക്കാളുമൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ ഈ യഥാർത്ഥ മൂലധനം. അതുണ്ടാക്കാനുള്ളൊരു പ്രാക്ടിക്കൽ ഗൈഡാണിത്. അതുകൊണ്ട് അവസാനമായി ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഈ AI യുഗത്തിൽ നിങ്ങളുടെ യഥാർത്ഥ മൂലധനം, നിങ്ങളുടെ റിയൽ ക്യാപിറ്റൽ എന്താണ്? അത് നിങ്ങളുടെ പണമോ ജോലിയോ അല്ല, മറിച്ച് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന, നവീകരിക്കുന്ന നിങ്ങളുടെ ചിന്താഗതിയാണ്.
ഒന്നുകിൽ അതിനെ വളർത്തുക, അല്ലെങ്കിൽ ഈ കാലം നിങ്ങളെ അപ്രസക്തമാക്കും. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.